നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും പേരിൽ ബ്രിട്ടനിൽ കൊടും ചൂട് പ്രവേശിച്ചവർക്കും കാത്തിരുന്നവർക്കും തെറ്റി. ബ്രിട്ടൻ കടന്നു പോകുന്നത് 10 വർഷത്തിനിടയിലെ ഏറ്റവും ചൂട് കുറഞ്ഞ വേനൽക്കാലം. ഓഗസ്റ്റ് 12 രേഖപ്പെടുത്തിയ 34.8 ഡിഗ്രി സെൽഷ്യസാണ് ഈ സീസണിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഉഷ്ണതരംഗത്തിൻ്റെ ഭീഷണിയും ഇക്കുറി ബ്രിട്ടനിൽ ഉണ്ടായില്ല. 2-3 ദിവസങ്ങളിൽ തെക്കൻ ഇംഗ്ലണ്ടിൽ ഹീറ്റ് വേവ്സ് ഉണ്ടായെങ്കിലും ഇവ ചെറിയ ഇടവേളകൾ മാത്രമായി ഒതുങ്ങി. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ 10 വേനൽക്കാലവും 2000-ന് ശേഷമായിരുന്നു. ഇതാണ് ഇത്തവണയും പലരും വലിയ ചൂട് പ്രതീക്ഷിക്കാൻ കാരണം. പക്ഷേ ഇടയ്ക്കിടെയുണ്ടായ വേനൽ മഴയും കാറ്റും അന്തരീക്ഷത്തെ തണുപ്പിച്ചു. 2022 ജൂലൈയിൽ ലിങ്കൺഷെയറിൽ 40.3 ഡിഗ്രി വരെ താപനില ഉയർന്ന ചരിത്രം ബ്രിട്ടനിലുണ്ട്. വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകൾ അടുത്ത ഏപ്രിൽ മുതൽ വർദ്ധിക്കും. കൂടാതെ ഏപ്രിൽ മുതൽ ഇലക്ട്രിക് വാഹന ഉടമകൾക്കും വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ അവരുടെ പങ്ക് നൽകാൻ തുടങ്ങും. ഇതുവഴി ഡ്രൈവിംഗ് ആൻഡ് വെഹിക്കിൾ ലൈസൻസ് അതോറിറ്റിക്ക് ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ അധിക വരുമാനം ലഭ്യമാക്കുമെന്ന് കണക്കുകൾ പറയുന്നു. DVLAക്ക് ഏകദേശം 8 മില്യൺ പൗണ്ട് ആയിരിക്കും ഇതുവഴി ലഭിക്കുക. VEC പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്നതായി DVLAയും അറിയിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ മുതൽ സീറോ എമിഷൻ വാഹനങ്ങളുടെ ആദ്യ വർഷത്തെ നിരക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം 2025 ഏപ്രിലിന് ശേഷം രജിസ്റ്റർ ചെയ്ത ലിസ്റ്റ് പ്രൈസ് 40,000 പൗണ്ടിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള എക്സ്പെൻസീവ് കാർ സപ്ലിമെൻറ്റും. അതേസമയം രണ്ടാമത്തെ വർഷം മുതൽ നൽകേണ്ട വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി എല്ലാ വാഹനങ്ങൾക്കും തുല്യമാക്കിയിട്ടുണ്ട്. ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നൽകുന്ന 10% ഇളവും എടുത്തു കളഞ്ഞിട്ടുണ്ട്. 2022-23 കാലഘട്ടങ്ങളിൽ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി വഴി പിരിഞ്ഞു കിട്ടിയത് 7.3 ബില്യൺ പൗണ്ടായിരുന്നു. 2021-22 കാലഘട്ടത്തേക്കാൾ 2.8% വർധനയ്ക്കാണ് ഇത് കാരണമാകുന്നത്. ബ്രിട്ടനിൽ ഉപയോഗിക്കുകയോ പൊതുനിരത്തുകളിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും നൽകേണ്ട ഒന്നാണ് വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി. ഇത് നേരെ ഒരു കൺസോളിഡേറ്റ് ഫണ്ടിലേക്കാണ് പോകുന്നത്. കോവിഡ് ആദ്യം പൊട്ടിപ്പുറപ്പെട്ട 2020-2021 കാലം ഏറ്റവും അപകടകരവും ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. PPE കിറ്റുകളുടെ അഭാവം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. അക്കാലത്ത് NHSലെ നഴ്സിംഗ് മേഖല വലിയ ദുരിതത്തിലായിരുന്നുവെന്ന് മുൻ ഇംഗ്ലണ്ട് ചീഫ് നഴ്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒപ്പം ജോലി ചെയ്യുന്നവർ മരിക്കുകയോ കിടപ്പിലാകുകയോ ചെയ്യേണ്ടി വന്നപ്പോൾ പലരും തളർന്നു. ജോലിഭാരം താങ്ങാനാവാത്ത അവസ്ഥയിലായിരുന്നു. ലോകം മഹാമാരിയിൽ പകച്ചു നിന്നപ്പോൾ യോദ്ധാക്കളായി ഇറങ്ങിയ നഴ്സുമാർക്ക് പലപ്പോഴും സുരക്ഷാ ഉപകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. നഴ്സുമാരും മറ്റ് ജീവനക്കാരും വലിയ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കോവിഡ് അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഇംഗ്ലണ്ടിന്റെ മുൻ ചീഫ് നഴ്സ് നെയ്വ് റൂത്ത് മെയ് വ്യക്തമാക്കി. പലരും കുടുംബത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ആശങ്കയിലായിരുന്നു. രോഗികളുടെ മരണവും കോവിഡ് ഭീതിയും പലപ്പോഴും വലച്ചു. ജീവനക്കാരുടെ അഭാവം പ്രശ്നത്തിലാക്കി. 2020 മുതൽ NHS ജീവനക്കാരുടെ കുറവ് നേരിട്ടിരുന്നു. 2015 സ്റ്റുഡന്റ് നഴ്സുമാർക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചത് തിരിച്ചടിയായി. ICU മേഖലയും എങ്ങനെ നേരിടണമെന്ന അവസ്ഥ വന്നു. രോഗികളെ തഴയുന്നത് ഉൾപ്പെടെ പ്രശ്നമായി. PPE കിറ്റ് ലഭ്യമാക്കുന്നതിലും പ്രതിസന്ധി ഉണ്ടായി. ഫ്രണ്ട് ലൈൻ സേവനങ്ങൾ നൽകുന്ന നഴ്സുമാർക്കും തിരിച്ചടി ഉണ്ടായെന്ന് മുൻ ചീഫ് നഴ്സ് വ്യക്തമാക്കി. രോഗികളുടെ എണ്ണമേറിയപ്പോൾ സ്ഥിതി കൈവിട്ടുപോയി. അസാധാരണ നടപടികളുമായി 40,000 നഴ്സിംഗ് മിഡ്വൈഫ് വേക്കൻസികൾ ഉള്ളപ്പോഴാണ് NHS കോവിഡിനെ അതിജീവിച്ചത്. മഹാമാരി നേരിട്ടപ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറഞ്ഞതോടെ UK യൂണിവേഴ്സിറ്റികൾ വൻ പ്രതിസന്ധിയിൽ. ഇതോടെ ഫീസ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വിദേശ വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റിയുടെ നിലനിൽപ്പിന് ആധാരം. വിസ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതോടെ വിദേശ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളെ പഠനത്തിനായി ആശ്രയിക്കാൻ തുടങ്ങി. സ്വദേശികളുടെ ട്യൂഷൻ ഫീസ് മരവിപ്പിച്ചിട്ട് വർഷങ്ങളായി. ഫീസ് വർധന ഇനി അനിവാര്യമാണെന്നാണ് യൂണിവേഴ്സിറ്റികൾ വ്യക്തമാക്കി. 1.2 ബില്യൺ പൗണ്ട് നൽകിയിരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞത് യൂണിവേഴ്സിറ്റികൾക്ക് തിരിച്ചടിയായത്. 1.2 ബില്യൺ പൗണ്ട് നൽകിയിരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞത് യൂണിവേഴ്സിറ്റികൾക്ക് തിരിച്ചടിയായത്. 2017 മുതൽ തദ്ദേശ വിദ്യാർത്ഥികളുടെ ഫീസ് 9,250 പൗണ്ടായി നിലനിർത്തുകയാണ്. പണപ്പെരുപ്പ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ ഫീസ് ഇപ്പോൾ 13,000 പൗണ്ട് വരെ ഉയരുമായിരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റികൾ വ്യക്തമാക്കുന്നത്. ചെലവുകൾ ഉയരുന്നതോടെ ട്യൂഷൻ ഫീസും ഗവൺമെൻറ് ഗ്രാൻറ്റും തികയാതെ വരുന്നുവെന്ന് യൂണിവേഴ്സിറ്റീസ് UK പറയുന്നു. യൂണിവേഴ്സിറ്റികൾ നിലനിർത്താൻ പണം ആവശ്യമെന്ന് 141 സ്ഥാപനങ്ങളുടെ പ്രതിനിധിയായ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് പ്രൊഫസർ ഡെയിം സ്റ്റാലി മാപ്സ്റ്റോൺ വ്യക്തമാക്കി. 10 നാൾ മുൻപ് ഫ്ളാറ്റിലെ സ്റ്റെയർ കേസ് ഇറങ്ങവേ കുഴിഞ്ഞു വീണ് മരിച്ച പ്രദീപ് നായരുടെ പൊതുദർശനവും സംസ്കാരവും മറ്റന്നാൾ വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10:45 മുതൽ 11:45 വരെ സെന്റ് മാട്രിക് ചർച്ച് ഹാളിലാണ് പൊതുദർശനം നടത്തുക. തുടർന്ന് 12:45 മുതൽ 1:15 വരെ നടത്തുന്ന അന്ത്യശുശ്രൂഷ ചടങ്ങിൽ വൈറ്റ് ഹൗസ് ലാൻഡിലെ ക്രിമിറ്റേറിയത്തിൽ മൃതദേഹം സംസ്കരിക്കും. ചടങ്ങുകളുടെ ലൈവ് സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി രാത്രിയിലായിരുന്നു കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ പ്രദീപ് നായരുടെ മരണം സംഭവിച്ചത്. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന പ്രദീപ് മുകളിലത്തെ നിലയിലെ കുത്തിനെയുള്ള പടികൾ ഇറങ്ങവേ
കാൽ തെന്നി താഴെ വീഴുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. വീഴ്ചയിൽ തലയിടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. പ്രതി വീണതിനെ തുടർന്ന് കൂടെ താമസിച്ചവർ പാരാമെഡിസിനെയും പോലീസിനെയും അടിയന്തരമായി വിവരമറിയിക്കുകയായിരുന്നു. രാത്രി 10 മണിയോടെയാണ് സംഭവം എന്ന് കൂടെയുള്ളവർ പറയുന്നു. പോലീസ് എത്തി കുടുംബത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഭാര്യയും മക്കളും നാട്ടിലാണെന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് കേരള പോലീസിൻ്റെ സഹായത്തോടെ വിവരം കൈമാറുകയായിരുന്നു. അവധി കഴിഞ്ഞ് UK മടങ്ങാൻ പ്രദീപിൻ്റെ ഭാര്യയും മക്കളും കൊച്ചി എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ദാരുണമായ വിവരം എത്തിയത്. മാഞ്ചസ്റ്റർ ഹിന്ദു സമാജത്തിൻ്റെ സജീവ പ്രവർത്തനമായ പ്രദീപ് ആദ്യകാല മലയാളി കുടിയേറ്റത്തിലെ അംഗം കൂടിയാണ്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ചെക്ക് ഇൻ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രദീപ്. ഏതാനും നാളുകളായി കാർ പാർക്കിംഗ് സെക്യൂരിറ്റി വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തത്. കേരള പോലീസിലെ ജോലി ഉപേക്ഷിച്ചാണ് പ്രദീപ് UK ക്ലിനിക്കൽ പ്രാക്ടീസിൽ ChatGPTയും ബിഗ് AI ഉൾപ്പെടെ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നതായി 5-1 GPമാരാണ് സമ്മതിച്ചിരിക്കുന്നത്. എന്നാൽ ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടില്ല. AI അൽഗോരിതത്തിലെ പ്രശ്നങ്ങൾ രോഗം തെറ്റായി ഉറപ്പിക്കുന്നതിനുള്ള സാധ്യത നിലനിർത്തുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ രോഗികളുടെ ഡേറ്റ ചോരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഡോക്ടർമാർ ഈ അപകടം മുന്നിൽ കാണാതെ നടത്തുന്ന നീക്കങ്ങൾ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ആവശ്യമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ജനറൽ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള GPമാർക്കിടയിൽ നടത്തിയ സർവേയിലാണ് രോഗം മനസ്സിലാക്കാനും നോട്ടുകൾ തയ്യാറാക്കാനും AI സഹായം തേടുന്നതായി വ്യക്തമാക്കിയത്. ജനറൽ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള GPമാർക്കിടയിൽ നടത്തിയ സർവേയിലാണ് രോഗം മനസ്സിലാക്കാനും നോട്ടുകൾ തയ്യാറാക്കാനും AI സഹായം തേടുന്നതായി വ്യക്തമായത്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.